നിരപരാധികളായ കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ ക്രൂരതയ്ക്ക് പിന്നിൽ ആരാണ്? അച്ഛനോ അമ്മയോ? കൊല്ലാൻ വേണ്ടി എഴുതിയ പദ്ധതിയോ? അതോ സംശയിക്കാത്ത അയൽക്കാരനോ? ആരാണ് കൊന്നത്? കുന്ത്രത്തൂർ ചെന്നൈക്കടുത്തുള്ള ശാന്തമായ നഗരം. അഭിരാമി എന്ന സ്ത്രീ ജീവിച്ചിരുന്നു. അവർക്ക് 30 വയസ്സായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവൾ ആവേശഭരിതയായിരുന്നു. എപ്പോഴും പാചകം ചെയ്യുകയും റീലുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും, പ്രത്യേകിച്ച് ബിരിയാണിയെക്കുറിച്ച്. ആളുകൾ അവളെ ബിരിയാണി അഭിരാമി എന്ന് വിളിക്കാൻ തുടങ്ങി. പുറമേ നിന്ന് നോക്കുമ്പോൾ കുടുംബം സാധാരണക്കാരും സന്തുഷ്ടരുമായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവ് ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. കുടുംബത്തെ നന്നായി പൊട്ടി. അവർക്ക് ഒരു മകനുണ്ടായിരുന്നു, 6 വയസ്സുള്ള അജയ്, 4 വയസ്സുള്ള ഒരു മകൾ കർണിക. അവരുടെ വീട്ടിൽ സന്തോഷത്തിന്റെ ചിരി ഉണ്ടായിരുന്നു, പകൽ പോലെ തിളക്കമുള്ള പ്രതീക്ഷ. പക്ഷേ ആ പുഞ്ചിരികൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇരുണ്ടതും ദുഷ്ടവുമായ ഒരു നിഗൂഢതയായിരുന്നു. അവരുടെ ജീവിതം എത്ര ശാന്തമായിരുന്നാലും ഒരു ദുരന്തത്തിന് മുമ്പുള്ള ശാന്തതയാണെന്ന് ആരും ശ്രദ്ധിച്ചില്ല. സ്വാദിഷ്ടമായ ബിരിയാണിക്ക് പേരുകേട്ടവളായിരുന്നു അഭിരാമി. അവൾ രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് അടുത്തുള്ള നാട്ടുകാർക്ക് വിറ്റു. ആ ഡെലിവറികളിൽ ഒന്ന് പതിവായി കൈകാര്യം ചെയ്തിരുന്നത് ശാന്തനായ ഭക്ഷണ വിതരണക്കാരനായ മീനാക്ഷി സുന്ദരമായിരുന്നു. ആദ്യം അവർ രണ്ടുപേരും ചെറിയ കാര്യങ്ങൾ സംസാരിച്ചു. വാതിൽപ്പടിയിൽ വെറുതെ പുഞ്ചിരിച്ചു. പക്ഷേ പതുക്കെ വാക്കുകൾ സംഭാഷണങ്ങളായി, സംഭാഷണങ്ങൾ ബന്ധങ്ങളായി. പതുക്കെ അവർ സുഹൃത്തുക്കളായി. അവർക്കിടയിൽ ഒരു ശാന്തമായ ബന്ധം രൂപപ്പെട്ടു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുന്തോറും ആ ലളിതമായ സൗഹൃദം അതിരുകൾ കടക്കാൻ തുടങ്ങി. ഒരു ആകസ്മിക ബന്ധമായി തുടങ്ങിയത് നിശബ്ദമായി കൂടുതൽ ആഴമേറിയ ഒന്നായി രൂപാന്തരപ്പെട്ടു. അപകടകരമാണ്. അത് ഇനി വെറും സൗഹൃദമായിരുന്നില്ല, അത് പ്രണയമായി മാറി. അവരുടെ പ്രണയം ആഴമേറിയതനുസരിച്ച് അവരുടെ രഹസ്യങ്ങളും ആഴമേറിയതായി. രാത്രി വൈകിയുള്ള കോളുകൾ, ശ്രദ്ധാപൂർവം ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ. അത് തെറ്റാണെന്ന് അവർക്കറിയാമായിരുന്നു, പക്ഷേ അതിന്റെ ആവേശം അവരെ അന്ധരാക്കി. പിന്നെ ഒരു ദിവസം മീനാക്ഷി സുന്ദരം എല്ലാം മാറ്റിമറിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. മറ്റൊരാൾ ആയതിൽ നിരാശനായി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിനക്ക് ശരിക്കും എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം പിന്നിൽ ഉപേക്ഷിക്കൂ, നിന്റെ കുട്ടികളെപ്പോലും. അവൾ എന്താണ് തിരഞ്ഞെടുത്തത്? അഭിരാമി ആകെ തകർന്നുപോയി. ഒരു വശത്ത് അവളുടെ നിഷ്കളങ്കരായ കുട്ടികൾ, ഭർത്താവ്, കുടുംബം. മറുവശത്ത് അവൾ രഹസ്യമായി സ്നേഹിച്ച, അവൾക്ക് ഒരു പുതിയ ജീവിതം വാഗ്ദാനം ചെയ്ത പുരുഷൻ. അവൾ ചിന്തിച്ചു, വീണ്ടും വീണ്ടും ചിന്തിച്ചു. അവൾ ആദ്യം ഒരു അമ്മയായിരുന്നു, അതോ വിലക്കപ്പെട്ട പ്രണയത്തെ പിന്തുടരുന്ന ഒരു സ്ത്രീയോ? ആ ചോദ്യം അവളുടെ മനസ്സിൽ പ്രതിധ്വനിച്ചു. രാത്രി തോറും, ഒരു ദിവസം വരെ അവൾ ഒരു തീരുമാനമെടുത്തു. വളരെ ഭയാനകമായ ഒരു തിരഞ്ഞെടുപ്പ്. മറ്റേതൊരു രാത്രിയും പോലെ ശാന്തമായ ഒരു രാത്രിയായിരുന്നു അത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു, വീട് ശാന്തമായിരുന്നു. പക്ഷേ അഭിരാമിയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. അവൾ തീരുമാനം എടുത്തിരുന്നു. ആ രാത്രിയിൽ അവൾ കുടുംബത്തിനായി പാൽ തയ്യാറാക്കി, എല്ലായ്പ്പോഴും എന്ന പോലെ. പക്ഷേ ഇത്തവണ അത് വെറും പാലായിരുന്നില്ല. ഉറക്കഗുളികകൾ പൊടിച്ചു കലർത്തി കുട്ടികളെയും ഭർത്താവിനെയും അസ്വാഭാവികമായി ഗാഢമായ ഉറക്കത്തിലേക്ക് തള്ളിവിടാൻ പര്യാപ്തമായിരുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ കണ്ണടകൾ കൈമാറി. എല്ലാ ഭയാനകമായ സത്യവും മറച്ചുവെച്ച ഒരു പുഞ്ചിരി. അവളുടെ പദ്ധതിയുടെ ആദ്യപടി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് അവൾ തീരുമാനിച്ചു. അർദ്ധരാത്രി കടന്നുപോയി. വീട്ടിൽ നിശബ്ദത നിറഞ്ഞു. കുട്ടികൾ ഉറങ്ങിപ്പോയി. പക്ഷേ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. വെറും 4 വയസ്സുള്ള കൊച്ചു കർണിക അനങ്ങിയില്ല. അവളുടെ ചെറിയ നെഞ്ച് ചലനം നിർത്തി. വിഷം കലർന്ന പാൽ അവൾ അറിയാതെ കുടിച്ചു. അവളുടെ നിഷ്കളങ്കമായ ജീവിതം രാത്രിയിൽ പൊലിഞ്ഞു. അവളുടെ സഹോദരൻ അജയും അച്ഛനും ഉറക്കത്തിലായിരുന്നു, പക്ഷേ അവർ രക്ഷപ്പെട്ടു. കഷ്ടിച്ച് അഭിരാമി മരവിച്ചു നിന്നു. ഒരു കുട്ടി മരിച്ചു, മറ്റേയാൾ ഇപ്പോഴും ശ്വസിക്കുന്നു. അവൾക്ക് കുറ്റബോധമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വീട് ആകെ കുഴപ്പത്തിലായിരുന്നു. കർണിക പോയി. ജീവനില്ലാത്ത ഒരു കുട്ടി. തണുപ്പും നിശ്ചലതയും. ബന്ധുക്കളും അയൽക്കാരും ഒത്തുകൂടി കരഞ്ഞു. എല്ലാവരും അത് ഒരു ദാരുണമായ, പെട്ടെന്നുള്ള മരണമാണെന്ന് കരുതി. ആരും ഒന്നും സംശയിച്ചില്ല. വിഷം കലർന്ന പാലിൽ നിന്ന് 6 വയസ്സുള്ള മകൻ അജയ് അതിജീവിച്ചു. അവൻ ദുർബലനും ആശയക്കുഴപ്പത്തിലുമായിരുന്നു, പക്ഷേ ജീവനോടെയിരുന്നു. മകൾ കർണികയുടെ ശവസംസ്കാര ചടങ്ങിൽ അഭിരാമി നിയന്ത്രണം വിട്ട് കരഞ്ഞു. ദുഃഖത്താൽ തകർന്ന ഒരു അമ്മയെപ്പോലെ അവൾ കരഞ്ഞു, വിറച്ചു, വിലപിച്ചു. അവസാനമായി ഒരിക്കൽ കൂടി ആ കൊച്ചു ശരീരത്തെ പിടിച്ചു. ചുറ്റുമുള്ള എല്ലാവർക്കും തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അസഹനീയമായ വേദനയായിരുന്നു അത്. പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു ആ കണ്ണുനീർ യഥാർത്ഥമാണോ അതോ നന്നായി പരിശീലിപ്പിച്ച നുണയുടെ ഭാഗമാണോ എന്ന്. ആ ദുഃഖിതമായ മുഖത്തിനു പിന്നിൽ എല്ലാം ആസൂത്രണം ചെയ്തവന്റെ തണുത്ത ഹൃദയമായിരുന്നു. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ അടക്കം ചെയ്യുന്നു. ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത രഹസ്യം. പക്ഷേ അഭിരാമിയുടെ ശ്രമം അവസാനിച്ചില്ല.
ആ രാത്രി പുറം ലോകം ഉറങ്ങുകയായിരുന്നു. വീടിനുള്ളിൽ ഒരു നിഴൽ പോലെ നിശബ്ദത തങ്ങിനിന്നു. ആ നിശബ്ദതയിൽ അഭിരാമി പതുക്കെ നീങ്ങി. ഒരു നിഴൽ പോലെ വിഷം കലർന്ന പാലിൽ നിന്ന് രക്ഷപ്പെട്ട മകൻ അജയ് എന്ന കൊച്ചുകുട്ടിയുടെ മുറിയിലേക്ക് അവൾ കയറി. അമ്മ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവൻ സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു. അഭിരാമി അവന്റെ മുകളിൽ നിന്നു കൈകൾ വിറച്ചു. അവളുടെ ഹൃദയം നിശബ്ദമായി. പിന്നെ അവൾ ഒരു തലേണ എടുത്ത് അവന്റെ മുഖത്ത് പതുക്കെ വെച്ചു. ഒരു നിമിഷം കഴിഞ്ഞു, പിന്നെ മറ്റൊന്ന്, പിന്നെ അവൾ അമർത്തി. അവന്റെ കൊച്ചു കൈകളുടെ ചലനം നിലയ്ക്കുന്നതുവരെ, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തുവരുന്നതുവരെ, മുറി വീണ്ടും മാരകമായ നിശബ്ദതയിലേക്ക് വഴുതി വീഴുന്നതുവരെ അമർത്തിക്കൊണ്ടിരുന്നു. കരച്ചിലില്ല, നിലവിളിയില്ല, നിശബ്ദത മാത്രം. വെറും 6 വയസ്സുള്ള അജയ് മരിച്ചു. വിധി കൊണ്ടല്ല, രോഗം കൊണ്ടല്ല, മറിച്ച് ഒരിക്കൽ അവരെ ഉറങ്ങാൻ പ്രേരിപ്പിച്ച അതേ കൈകൾ കൊണ്ടുതന്നെ. 2 കുട്ടികളെ. അവർ ഒരു അപരിചിതന്റെ കൈകളാൽ മരിച്ചില്ല. അവർ അമ്മയുടെ കൈകളാൽ മരിച്ചു. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ആൾ, അവരുടെ അമ്മ അഭിരാമി. ആ വീട് ഇനി ഒരു വീടല്ലായിരുന്നു. നിശബ്ദത എല്ലാ കോണുകളിലും തളംപെട്ടി. 2 കുട്ടികൾ കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ പോയി. മറ്റാരെക്കാളും ഉച്ചത്തിൽ കരഞ്ഞ ഒരു അമ്മയും. പക്ഷേ ആ കണ്ണീരിനു പിന്നിൽ എന്തോ ശരിയായിരുന്നില്ല. 2 കുട്ടികളും എങ്ങനെ മരിക്കും? മന്ത്രിപ്പുകൾ തുടങ്ങി. ആദ്യം മൃദുവായിരുന്നു, ദൂരെയുള്ള ഇടിമുഴക്കം പോലെ. അയൽക്കാർ, ബന്ധുക്കൾ, ഒരിക്കൽ അവളോടൊപ്പം ഇരുന്നിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ അവളെ വ്യത്യസ്തമായി നോക്കി. മീനാക്ഷി സുന്ദരം എന്തിനാണ് അവളുടെ വീട്ടിൽ ഇത്രയധികം വരുന്നത്? ഒരു അയൽക്കാരൻ നിശബ്ദമായി പോലീസിനെ സമീപിച്ചു. അവൻ വൈകി വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ രാത്രി പോലും. രാത്രി 11 മണിക്ക് ബിരിയാണി ഡെലിവറി ആണെന്നാണോ അവർ പറഞ്ഞത്?